ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനി പോയിന്റ് ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. വർഷേനെ നിരന്തരം അവോയ്ഡ് ചെയ്യാണ് ശ്രീകാന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഷ ഫോൺ വിളിക്കുമ്പോൾ ഒക്കെ ശ്രീകാന്ത് അത് കട്ടാക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിനെ കാണാൻ വേറെ ഒരു വഴിയില്ലാണ്ട് വർഷ രേവതിനെ വിളിക്കുന്ന സീനുകളെ കഥയ്ക്കാണ് എന്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രേവതിനെ വിളിച്ചിട്ട് സുഖവിവരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ സച്ചിക്ക് സുഖാണോ, സച്ചിൻ രേവതിയും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നൊക്കെ വർഷം അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ വർഷം ഇങ്ങനെ പറയുകയാണ്, എനിക്കിപ്പോൾ ലഞ്ച് ബ്രേക്ക് ആണ്, എനിക്കിപ്പോൾ നല്ല വിശപ്പുണ്ട്, അപ്പോൾ ഞാൻ ശ്രീകാന്തിനെ വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്യാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ രേവതി പറയുന്നത് ശ്രീകാന്തിന് പോയിട്ടില്ല, ശ്രീകാന്ത് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് വീട്ടിലുണ്ട് എന്ന് വർഷയ്ക്ക് മനസ്സിലായി. അപ്പോൾ വർഷ രേവതിയോട് പറയാണ്, രേവതി ചേച്ചി അന്ന് ഉണ്ടാക്കിക്കൊള്ളുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് എപ്പോഴും എൻ്റെ വായിന്ന് പോയിട്ടില്ല, അങ്ങനെ കഴിക്കണമെന്നൊക്കെ തോന്നാറുണ്ട് ഇടയ്ക്ക് എന്ന് പറയും. അപ്പോൾ രേവതി പറയും, അതിനെന്താ, ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് വരാമെന്ന് പറയും. അപ്പോൾ ചേച്ചിക്ക് ഇങ്ങോട്ട് വഴി അറിയോ ചോദിക്കുമ്പോൾ, അതിനെന്താ, ഇവിടുന്ന് ഒരു ബസ് കയറിയിട്ട് അവിടെ ഇറങ്ങാലോ എന്ന് പറയും. അപ്പോൾ ചേച്ചി എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വേണ്ട, അവിടെ ശ്രീകാന്ത് ഇല്ലേ, ശ്രീകാന്തിനോട് കൊണ്ടുവന്നാക്കി തരാൻ പറഞ്ഞാൽ പോലെ എന്ന് പറയും. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അവൻ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ അവൻ്റെ കൂട്ടിയിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതി വർഷയ്ക്കുള്ള ഫുഡൊക്കെ ആയിട്ട് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിനോട് രേവതി പറയാണ്, ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഇവിടെ ഫുഡൊന്നും വെച്ചിട്ടില്ല ചേച്ചി എന്ന് ചോദിക്കും. അപ്പോൾ അതല്ല, വർഷ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ വർഷയ്ക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നെ നീ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോകുമെന്ന് പറയും. അപ്പോൾ ശ്രീകാന്തിന് മനസ്സിലായി, ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയാണ് വർഷ അങ്ങനെ ഒരു നമ്പർ ഇറക്കിയത്. അപ്പോൾ ശ്രീകാന്ത് പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൾ വെറുതെ തമാശക്ക് പറഞ്ഞതാവും ചേച്ചി, ചേച്ചി പറഞ്ഞു കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ അല്ല, ഞാനാണ് അവളോട് പറഞ്ഞു ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന്, അവൾ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും, നീ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നീ പൊയ്ക്കോന്ന് പറയും. അപ്പോൾ നിവർത്തിയിലാണ്ട് രേവതിയും കൂട്ടിയിട്ട് ശ്രീകാന്ത് സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. ശ്രീകാന്ത് രേവതിയും ശ്രീകാന്തൊക്കെ എത്തിയത് അറിഞ്ഞ് വർഷം പുറത്തേക്ക് വന്ന് അവർ കുറേ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് അന്ന് രേവതി ഡബ് ചെയ്തിട്ടുണ്ടാകുന്ന ആ വോയിസിന് ആളൊന്നും വന്നിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ശ്രീകാന്തിനെ ഒറ്റയ്ക്ക് കിട്ടുകയും ചെയ്യും, അതിന് ഡബ് ചെയ്യാൻ ആളെ കിട്ടുന്നുള്ള അതിന് വർഷ എന്താണ് ആ സീന് രേവതിനെ കൊണ്ട് ഡബ് ചെയ്യിക്കും. അപ്പോൾ ശ്രീകാന്ത് രേവതിയുടെ പിന്നാലെ ഉള്ളിലേക്ക് പോകും. പക്ഷേ വർഷ ശ്രീകാന്തിനെ അവരെടുത്ത ആൾക്കാരോട് പറഞ്ഞിട്ട് പുറത്തേക്ക് തന്നെ കൊണ്ടും. എന്നിട്ട് വർഷ ശ്രീകാന്തിനോട് ചോദിക്കുക, നിനക്ക് എന്താ പ്രശ്നം, നീ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്, നിന്നോട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ തുറന്ന് പറയും, അല്ലാതെ എന്നെ ഇങ്ങനെ എന്തിനാ അവോയ്ഡ് ചെയ്യുന്നത്, നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ അത് തുറന്ന് പറയുമോ, നിനക്ക് എന്താ പ്രശ്നം ശ്രീകാന്ത്, നമ്മുടെ അച്ഛന്മാർ തമ്മിലുള്ള പ്രശ്നത്തിനാണോ നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ മനസ്സിലാക്കിയത് തുറന്ന് പറയും, ഞാൻ എത്ര നിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ടതെന്നൊക്കെ വർഷ ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു വർഷ എന്നൊക്കെ പറയും. അപ്പോൾ വർഷ ആകെ സ്റ്റെക്കായ പോലെയാവും. എനിക്ക് എന്നെ ഇഷ്ടമാണ് നോക്കുമ്പോൾ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ നമ്മൾ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് നടക്കുമെന്ന് പോലും എനിക്കറിയില്ല, എനിക്ക് പേടിയാണ് വർഷ, നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായാൽ ചിലപ്പോൾ വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കും, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാണ്ടിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ നീ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, ഒന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട് വർഷ ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് കുറേ നിൽക്കുമ്പോൾ ശ്രീകാന്ത് പറയും, രേവതി ചേച്ചി കാണും, ചേച്ചി സ്റ്റുഡിയോൻ്റെ ഉള്ളിലാണ്, ഇവിടേക്ക് ആരും വരില്ല എന്ന് പറയും. അപ്പോൾ എന്നിട്ട് അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത്. ഇതിൽ വേറൊരു ട്വിസ്റ്റ് എന്നത് പ്രധാന വിഷയം എന്ന് പറയുന്നത്, ചന്ദ്രമതിക്ക് രവീന്ദ്രൻ കൊടുത്തിട്ടുള്ള 1,00,000 രൂപ സുധി അടിച്ചു മാറ്റും. അത് സച്ചി കയ്യോടെ പിടിക്കുന്ന സീനുകളൊക്കെയാണ്. പക്ഷെ അതിന് മുന്നേ അത് രേവതിയുടെ അനിയൻ്റെ തലയിൽ ചന്ദ്ര കെട്ടിവെക്കും. അത് വലിയ പ്രശ്നങ്ങളിലേക്കാവും, രേവതിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. നിന്റെ അനിയൻ ഇവിടെ വന്നതിന് ശേഷമാണ് ആ പൈസ കാണാതായത്. ചന്ദ്ര അത് ഫിനാൻഷ്യൽക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്ര അത് എടുക്കാൻ നോക്കുമ്പോഴാണ് അത് കാണാതിരിക്കുക. സുധി അണച്ചാൽ ആ പൈസ എടുത്തിട്ട് എന്താണ് ആൻഡമാനിക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ബാക്കി പൈസ ശ്രുതിനെ ഏൽപ്പിക്കും. അപ്പോൾ ചന്ദ്രൻ ശ്രുതി അടച്ച ആകെ ഇതായിട്ട് സാലറിയുടെ ഞാൻ ചോദിക്കാതെ കൂടി സാലറിയുടെ ബാക്കി ശ്രുതി എന്നെ ഏൽപ്പിച്ചുല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി, ഞാൻ പറഞ്ഞൊരു ജോലിക്ക് ശ്രുതിക്ക് ഇഷ്ടമല്ലാണ്ട് പോലും ശ്രുതി അതിന് പോയി ആ പൈസ എനിക്ക് തന്നല്ലോ, ഞാൻ ഒരുപാട് ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ അങ്ങനെ പൊക്കി നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഈ പൈസയുടെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങുക. അപ്പോൾ അത് മൊത്തം ശരത്തിൻ്റെ തലയിലിടാൻ ശരത്താണ് അത് എടുത്തത്. കാരണം ശരത്ത് അല്ലാതെ വേറെ ഒരാൾ പുറത്തുനിന്ന് വന്നിട്ടില്ല. അവനാണ് സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചതാണ്. അതാണല്ലോ അവനെ കുറ്റവാളിയാക്കാനുള്ള ഒരു ഇതായിട്ട് രേവതി പറയും, എൻ്റെ അനിയൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അവൻ എന്നെ കണ്ടു, അവൻ അടുക്കളയിൽ വന്നു ചായ കുടിച്ചു, അവൻ അങ്ങനെ തന്നെ പോയി, അവനൊന്നും എടുത്തിട്ടില്ല. ചന്ദ്ര പറയും, നിന്റെ അനിയൻ തന്നെ എടുത്തത്, അവൻ അത് എടുക്കാനായിട്ടാണ് വന്നത്, നിനക്കും അതറിയാം, നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അവിടെ എവിടെ കാശ് വെച്ചിരുന്നത് എന്നൊക്കെ. അപ്പം അമ്മ തോന്നുന്നതൊന്നും വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കരുത്, അമ്മയ്ക്ക് എന്ത് പറയാനുള്ളതാവില്ല, എൻ്റെ കുടുംബക്കാരെ എന്ത് വേണിച്ചാൽ പറയാനുള്ള ഒരു ചിന്ത അമ്മയ്ക്ക് ഉണ്ട്, അത് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ രേവതിയും പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ഉണ്ട് അവിടെ. അപ്പോൾ സച്ചി പറയും, അവനടുത്ത് നിങ്ങൾക്ക് എന്താ ഉറപ്പ്, ഇനിയിപ്പോൾ അവനല്ല അടുത്ത് തെളിയിക്കാന്ന് വെച്ചാൽ പോലീസിനെ വിളിക്കാന്ന് ചന്ദ്ര പറയുന്നത്. അപ്പോൾ സച്ചി പറയും, പോലീസിനെ വിളിച്ചോളൂ, അവനല്ല അടുത്ത് ഞങ്ങൾക്കറിയാം, പോലീസിനെ വിളിച്ചോളൂ പറയുമ്പോൾ ശ്രുതി പേടിക്കുന്നുണ്ട്. ശ്രുതിക്ക് മനസ്സിലായി, ഇനി പോലീസിനെ വിളിക്കണോ, അത് കബഡി നേരത്തെ നോക്കണോ, അത് മഷിയിട്ട് നോക്കണോ, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോളൂ, ആരുടെ അടുത്തെന്ന് അറിയാലോ, ആ പൈസ അമ്മയുടെ അടുത്ത് കൊടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞതാണ് അത് പോവും, വേറെ ആരും എടുത്തുകൊണ്ട് പോകാൻ ഇവനാവും അത് എടുത്തിട്ടുണ്ടാവുക എന്ന് പറയും. അപ്പോൾ ശ്രുതിക്ക് അത് ഇഷ്ടാവില്ല. ശ്രുതി പറയും, ശരത്ത് വന്ന് പോയതിനു ശേഷമാണ് പൈസ കാണാതായത്, അപ്പോൾ ശരത്ത് എടുത്തു തന്നെ എല്ലാവരും വിചാരിക്കാനൊക്കെ പറയും. അപ്പോൾ രേവതി വരും, ശ്രുതി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്, എൻ്റെ അനിയൻ എടുക്കുന്നത് നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ചന്ദ്ര പറയും, നീ എന്തിനാ അവളുടെ അടുത്ത് ചാടി കളിക്കുന്നത്, നിന്റെ അനിയൻ മോഷ്ടിക്കുന്ന സ്വഭാവമുള്ള ആളെന്നല്ലേ, അവൻ തന്നെ എടുത്തിട്ടുണ്ടാവുക പറയും. എന്നിട്ട് നിന്റെ അനിയൻ തന്നെ എടുത്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര നിൽക്കുന്ന ആ സീനിലാണ് അവസാനിക്കുന്നത്.